ഹലോ എവരി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 ഫിസിക്സിൽ PSCക്ക് ചോദിച്ച കംപ്ലീറ്റ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പൊ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ SCERT 7ാം ക്ലാസ്സിലെ താപമൊഴുകുന്ന വഴികൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. ചാലനം എന്നുള്ളത് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് ചാലനം. സംവഹനം എന്നുള്ളത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ എന്ന് പറയുന്നത്. വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത് മാധ്യമത്തിന്റെ, ഒരു മീഡിയത്തിന്റെ സഹായമില്ലാതെ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുന്ന രീതിയാണ് എന്ത്? വികിരണം. അപ്പൊ ഈ മൂന്നെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? താപപ്രേഷണ രീതികൾ എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ അതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി, ബാഷ്പീകരണമാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടയാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? ഇപ്പൊ പറഞ്ഞതാണ് സംവഹനമാണ്. ഓപ്ഷൻ ബി ആണ് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വികിരണം, റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഏതാണ്? ചാലനമാണ് അല്ലെ? ചാലനമാണ്. അപ്പൊ അതെന്താണ്? ഓപ്ഷൻ തെറ്റാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ഏതാണ്? അത് രണ്ടാമത്തെ സംവഹനമാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. കറക്റ്റ് ഓപ്ഷൻ ആണ്. അതാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പം പ്രസ്താവന 3 മാത്രമാണ് കറക്റ്റ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നാലാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും ആ ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പൊ ഇത് ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ SCERT 8ാം ക്ലാസ്സിലെ പാർട്ട് 2-വിൽ നിന്നാണ് കേട്ടോ. പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പാഠത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. അതായത് എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R/2 ആയിരിക്കും കേട്ടോ. അപ്പൊ ഓപ്ഷൻ എ ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സെയിം ചോദ്യങ്ങളാണ്. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്രയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞ എഫ് ഫിസിക്കൽ നമുക്ക് എന്താണ്? R/2 ആണ് അല്ലെ? എഫ് ഫിസിക്കൽ R/2 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വക്രത ആരം 6 കണ്ടുപിടിക്കണം. എന്ത് കിട്ടും? 2F എന്ന് കിട്ടും. അതായത് ഫോക്കൽ ലെന്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫോക്കസ് ദൂരം എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 സെന്റിമീറ്റർ ആണ് അതിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം ഇതാണ്: ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്രയാണ്? വളരെ എളുപ്പമാണ്. 15 ആണെങ്കിൽ എത്ര വരും? 30 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? 2F ആണ്. അപ്പൊ 30 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ വക്രത ആരം എന്ന് പറയുന്നത്. ഇനി അതേ ചാപ്റ്ററിൽ നിന്നുള്ള വേറെ ചോദ്യമാണ്: ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം F ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. എത്ര ആയിരിക്കും? 0 ആയിരിക്കും കേട്ടോ. 0. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അതും ആ ഒരു സെയിം ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള, LDC എക്സാംസിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷൻ ആണ് ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കേട്ടോ. ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ. കഴിഞ്ഞ LDCക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നതാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രതിബിംബത്തിന്റെ ഉയരത്തെ അതിന്റെ വസ്തുവിന്റെ ഉയരം കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഇക്വേഷനോട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ പഠിച്ചു വെക്കുക. ആവർത്തനം എന്ന് പറയുന്നത് പ്രതിബിംബത്തിന്റെ ഉയരം ഡിവൈഡഡ് ബൈ വസ്തുവിന്റെ ഉയരമാണ്. വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളെ പരിഗണിക്കാവുന്നവ ഏവ? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. അതെന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. അതാണെന്ത്? ഒരു കോൺകേവ് ദർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതിന്റെ വസ്തുവിനേക്കാൾ എന്ത് ചെയ്യും? വലിയ ഒരു പ്രതിബിംബമായിരിക്കും രൂപീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ 2 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഒരു കോൺകേവ് ദർപ്പണം ഉണ്ടാകുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതായിരിക്കും. അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇനി കോൺവെക്സ് ദർപ്പണം ഉണ്ടാകുന്ന മിഥ്യാ പ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും.
അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നില്ല. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. അപ്പൊ ഈ ഒരു മൂന്ന് ഓപ്ഷനും എന്താണ്, തെറ്റാണ്. ഇവയെ ഒന്നുമല്ല എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് കേട്ടോ, ഡി ഓപ്ഷനാണ്. ഈ ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് കേട്ടോ. നമ്മൾ ആ ഒരു സെയിം ചാപ്റ്റർ അനുസരിച്ചാണ് ഈ ഒരു ചോദ്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്തിരി ഈസി ആയിട്ട് ഓർത്തിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പത്താമത്തെ ചോദ്യം ഇതാണ്: ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് 10ാം ക്ലാസ്സിൽ വേറൊരു ചാപ്റ്റർ ഉണ്ട്, അതാണ് പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് പവർ പി ഇസിക്കൽ ടു 1/f എന്നാണ് ഇക്വേഷൻ കേട്ടോ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ ആണ് പവറിന്റെ യൂണിറ്റ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പവർ പോസിറ്റീവും ഒരു കോൺകേവ് ലെൻസിന്റേത് നെഗറ്റീവുമായിരിക്കും. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവും ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എന്തുമായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി 11ാമത്തെ ചോദ്യം: മഴവിൽ ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം ഏതാണ് പ്രകാശത്തിന്റെ പ്രകീർണത്തിന് കാരണം? അപവർത്തനം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 13ാമത്തെ ചോദ്യം: വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദ തരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതായിരിക്കും? വേഗത, തീവ്രത, തരംഗദൈർഘ്യം, ആവൃത്തി. ആവൃത്തി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 14ാമത്തെ ചോദ്യം: പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം. ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 15: രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതി ആക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ SCERT 9ാം ക്ലാസ്സിലെ ചാപ്റ്ററായ ഗുരുത്വാകർഷണം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, രണ്ട് വസ്തുക്കൾ അവർക്ക് M1 M2 ഭാരമുള്ള മാസുള്ള രണ്ട് വസ്തുക്കൾ ഒരു d അകലത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ അവർ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം എന്ന് പറയുന്നത് അവരുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അതേപോലെ അവർ തമ്മിലുള്ള ആ ദൂരത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു പരസ്പരാകർഷണ ബലം നമുക്ക് എന്തെന്ന് എഴുതാം? F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ d² എന്ന് എഴുതാം. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ക്യാപിറ്റൽ G എന്ന് പറയുന്നത്. അപ്പൊ ഈ G ആണ് നമ്മൾ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് വിളിക്കുന്നത്. അതിന്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാം. 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ കേട്ടോ. അതിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. F is equal to G M1 M2 ഡിവൈഡഡ് ബൈ R² ആണ്, അല്ലെങ്കിൽ d² ആണ്. ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ D എന്ന് പറയുന്നത്, ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് D എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? അവ തമ്മിലുള്ള ദൂരം പകുതിയായി, അതായത് പുതിയ D എന്തായിട്ട് മാറി? d/2 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? G M1 M2 ഡിവൈഡഡ് ബൈ d/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ d/2 ദ ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? അത് d²/4 എന്നാവും. അപ്പൊ ഈ ഒരു 4 നമുക്ക് മേളിൽ കൊണ്ടുപോകാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? F is equal to 4G M1 M2 ഡിവൈഡഡ് ബൈ d² എന്ന് കിട്ടും. ഈ G M1 M2 ഡിവൈഡഡ് ബൈ d² ആണ് ആദ്യമുള്ള ആ ഒരു പരസ്പരാകർഷണ ബലം എന്ന് പറയുന്നത് അല്ലെ. അപ്പം പുതിയതായിട്ട് വന്നത് 4 മടങ്ങ് കൂടുതലാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. 16ാമത്തെ ചോദ്യം ഇതാണ്: ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ ഡി 0 ആണ് കേട്ടോ. ഓപ്ഷൻ ഡി 0 ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് 0 ആണ്. ഓപ്ഷൻ ഡി ആണ്. 17ാമത്തെ ചോദ്യം ഇതാണ്: ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാന തത്വം ഏതാണ്? അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ SCERTയുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററായ ദ്രവ്യബലങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ബെർണോളിസ് തത്വം, ബോയിൽസ് നിയമം, ആൽക്കമിഡീസ് തത്വം, പാസ്കൽ നിയമം. ഓപ്ഷൻ ഡി പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കുകൾ പ്രവർത്തിക്കുന്ന തത്വം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പാസ്കൽ നിയമം എന്ന് പറയുന്നത് ഒരു സമൃദ്ധ വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം
ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല എന്നതാണ് പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം. അതായത് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലിക്വിഡിന്റെ ആ ഒരു ദ്രാവകത്തിന്റെ വോളിയം എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇതാണ് പാസ്കൽ നിയമം പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ടത് വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക് ഇപ്പോൾ ഉള്ള ചോദ്യമാണ് അല്ലെ. അതേപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഇവിടെ എല്ലാം ഏത് തത്വം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പാസ്കൽ നിയമം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു പിസ്റ്റന്റെ ചോദ്യം കേട്ടോ. പിസ്റ്റന്റെ ചോദ്യം ഒരു പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും PSC ചോദ്യങ്ങളിൽ കണ്ടുവരാറുണ്ട്. അപ്പൊ ആ ഒരു ബലവും അതിന്റെ ആ ഒരു വിസ്തീർണവും തമ്മിലുള്ള ഒരു ഇക്വേഷൻ F1/A1 = F2/A2 എന്നുള്ള ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് ആ ഒരു രണ്ടാമത്തെ പിസ്റ്റന്റെ ബലം കണ്ടുപിടിക്കാനായിട്ട് F2 എന്ന് പറയുന്നത് A2/A1 ഇൻറ്റു ആദ്യത്തെ പിസ്റ്റനിൽ അപ്ലൈ ചെയ്ത ബലം നിങ്ങൾക്ക് എടുത്താൽ സുഖമായിട്ട് അടുത്ത പിസ്റ്റനിൽ എത്രമാത്രം ബലം അനുഭവപ്പെട്ടു എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇക്വേഷനോട് നിങ്ങൾ ഓർത്തു വെക്കുക. 18ാമത്തെ ചോദ്യം അതേ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. രണ്ട് ലോഹ കഷ്ണങ്ങൾ ഒരു ലായനിയിൽ മുക്കിയപ്പോൾ അവയ്ക്ക് ഒരേ പ്ലവക്ഷണ ബലമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ അവയുടെ ഡാഷ് തുല്യമാണ്. എന്തായിരിക്കും? അവരുടെ വ്യാപ്തം, വോളിയമായിരിക്കും തുല്യമായിട്ട് വരുന്നത്. ഇനി 19ാമത്തെ ചോദ്യം ഇതാണ്. ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണം ഏതു ബലമാണ്? അപ്പൊ നിങ്ങൾ അറിയണം, ദ്രാവക ഉപരിതലം എന്ന് പറയുമ്പോൾ അവിടുത്തെ മോളിക്യൂൾ എല്ലാം എന്താണ്, തന്മാത്രകൾ ഒരേപോലുള്ള തന്മാത്രകളാണ് അല്ലെ. അപ്പൊ നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹീഷൻ ബലം എന്ന് പറയുന്നത്. എന്നാൽ വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അധീസീവ് ബലം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കൊഹീഷൻ ബലമാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. 20ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? സമ്പർക്ക ബലം എന്നല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്, ഒരു കർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്പർക്ക ബലമാണ്, ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ബുധനാണ്. 21ാമത്തെ ചോദ്യം 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ് എത്രയാണ് എന്നാണ്. അപ്പൊ ഈ ഒരു ചോദ്യം അല്ലെ, ഈ ഒരു 2 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു വർക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ SCRT ക്ലാസ് 9 5ാമത്തെ ചാപ്റ്ററായ പ്രവൃത്തി, ഊർജം, പവർ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഫോഴ്സിനെ എന്ത് ചെയ്യുക, ആ ഒരു സ്ഥാനാന്തരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് FS ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഫോഴ്സിന് പകരം നമുക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg എന്ന് കൊടുക്കാം. അപ്പൊ W = Fs എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും? W = എഫിന് പകരം എന്ന് കൊടുത്തു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ mg എന്ന് കൊടുത്തു. പിന്നെ എന്തുണ്ട്? എസ് ഉണ്ട്, അതായത് ആ ഒരു സ്ഥാനാന്തരമാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഉയരമായതുകൊണ്ട് h എന്ന് കൊടുത്തു. അപ്പൊ mgh എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ m എത്രയാണ്? 2 കിലോഗ്രാം ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 ആണ്. ഇനി എത്ര ദൂരം ഉയർത്തണം? 2 മീറ്റർ ഉയർത്തണം. അപ്പൊ 2, അപ്പൊ എത്ര കിട്ടി? 39.2 ജൂൾ ആണ് എന്തെന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ച ആ ഒരു വർക്ക്, പ്രവൃത്തി എന്ന് പറയുന്നത് 39.2 ജൂൾ ആണ്. ഓപ്ഷൻ സി ആണ്. 23ാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. ഓപ്ഷൻ എ ആണ്. ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം വാട്ട് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ, ബലത്തിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ആംബിയർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആംബിയർ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി 24ാമത്തെ ചോദ്യം ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? അതും ജൂള് തന്നെയാണ് കേട്ടോ. ഊർജത്തിന്റെ യൂണിറ്റും ഓപ്ഷൻ സി ആണ്, ജൂള് തന്നെയാണ്. പ്രവൃത്തിയുടെ യൂണിറ്റും എന്താണ്? ജൂള് തന്നെയാണ്. ക്വസ്റ്റ്യൻ 25 ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം കേട്ടോ. ഓപ്ഷൻ ബി ആണ്, സ്ഥാനാന്തരമാണ്. 26ാമത്തെ ചോദ്യം ഒരു വസ്തുവിന്റെ ചലനത്തിൽ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ എന്താണ്? നമുക്കറിയാം കർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ എതിർക്കുന്ന ഒരു ബലമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ആ എതിർക്കുന്ന ബലം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം.
27ാമത്തെ ചോദ്യം, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം ഏതു തരം ചലനമാണ്? ദോലനം, ഭ്രമണം, നേർരേഖാ ചലനം, വർത്തുള ചലനം. ഇതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ SCERTയുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്ററായ ചലനവും ചലന നിയമങ്ങളും കേട്ടോ. 3ാമത്തെ ചാപ്റ്ററാണ് ചലനവും ചലന നിയമങ്ങളും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട് വർത്തുള ചലനം, സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ്. അപ്പൊ നമ്മളൊരു വസ്തു കറക്കി കഴിഞ്ഞാൽ ആ ഒരു വൃത്തപാതയിലൂടെയുള്ള ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർത്തുള ചലനം എന്ന് പറയുന്നത്. ഒരു പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ചിട്ട് നമ്മൾ വൃത്തം വരച്ചു കഴിഞ്ഞാൽ ആ പെൻസിൽ ഉണ്ടാകുന്ന ചലനം എന്ത് തന്നെയായിരിക്കും? അത് വർത്തുള ചലനം തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് അതിന്റെ ആരത്തിലൂടെ അതിന്റെ വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അതിന്റെ അഭികേന്ദ്ര ത്വരണം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാകാൻ ആവശ്യമായ ഒരു ബലം, ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് M മാസമുള്ള ഒരു വസ്തു V പ്രവേഗത്തിൽ R ആരമുള്ള വൃത്തപാതയിൽ വർത്തുല ചലനം നടത്തിയാൽ, ഈ ഒരു പടത്തിൽ കാണിച്ചിരിക്കുന്നതിന്റെ കൂട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിനനുഭവപ്പെടുന്ന ആ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ മാസ് അതിന്റെ പ്രവേഗത്തിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അതിന്റെ ആരം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ അഭികേന്ദ്ര ബലം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വാല്യൂ തന്നിട്ട് അതിന്റെ അഭികേന്ദ്ര ബലം, അതിന്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സാമിന് ചോദിക്കാം. അപ്പൊ FC എന്ന് പറയുന്നത്, ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv² ഡിവൈഡഡ് ബൈ R ആണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 28ാമത്തെ ചോദ്യം, 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് അതിന്റെ മൊമെന്റം എത്രയാണ്? അപ്പം ആക്കം കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു സെയിം ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ആക്കം കണ്ടുപിടിക്കണമെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. ഇത് അളക്കുന്നതിന് അതിന്റെ മാസും അതിന്റെ പ്രവേഗവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സഞ്ചരിക്കുന്ന മാസും അതിന്റെ ഒരു പ്രവേഗവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആക്കം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ് കേട്ടോ. ഇത് പ്രവേഗത്തിന്റെ ദിശയിലേക്ക് അനുഭവപ്പെടുന്നത്. അതായത് ഇവർക്ക് എന്തുണ്ട്? ഒരു ദിശയുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആക്കം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? മാസ് ഇൻറ്റു പ്രവേഗം ചെയ്യുക. അപ്പൊ മാസ് 10 തന്നിട്ടുണ്ട്, പ്രവേഗം എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പൊ 10 കിലോഗ്രാം ഇൻറ്റു 5 എത്രയാണ്? 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത് അതിന്റെ ആക്കം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ യൂണിറ്റ് കൂടി അറിഞ്ഞിരിക്കുക. ആക്കത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 29ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? അപ്പം ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയട്ടെ, ദൂരം എന്ന് പറയുന്നത് വേഗത ഗുണം സമയമാണ്. കറക്റ്റ് ആണ് അല്ലെ. സ്പീഡ് ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വേഗത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം ഭാഗം സമയം എന്ന് കിട്ടും. അതാണ് ഓപ്ഷൻ ബി ആയിട്ട് തന്നിരിക്കുന്നത് അല്ലെ. ഇനി ഇവിടുന്ന് വേഗതയ്ക്ക് നമ്മൾ വേറൊരു ഇക്വേഷൻ എടുക്കുകയാണെങ്കിലോ, വേഗത എന്ന് പറയുന്നത് ദൂരം ഗുണം സമയമാണ്. അല്ല, തെറ്റാണ് അല്ലെ. കാരണം ഇവിടെ നമ്മൾ വേഗത കണ്ടുപിടിക്കുകയാണെങ്കിൽ ദൂരം ഭാഗം സമയം എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേഗത എന്ന് പറയുന്നത് ദൂരം ഗുണം സമയമാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇനി ഇവിടെ നമ്മൾ സമയം കണ്ടുപിടിക്കാൻ എങ്ങനെ എഴുതാം? നമുക്ക് ദൂരം ഭാഗം വേഗത എന്ന് എഴുതാം. അപ്പൊ എന്താണ്? അതും കറക്റ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏതാണ്? നമുക്കറിയാം എപ്പോഴും അതിന്റെ ആ ഒരു വേപ്പർ ഫേസിൽ, ആ ഒരു ഗ്യാസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അതിന് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് അല്ലെ. അവർ തമ്മിലുള്ള ആ തന്മാത്രകൾ തമ്മിൽ നല്ല അകലം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ആ ഒരു ഗ്യാസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പൊ നീരാവിയാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നീരാവിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 31ാമത്തെ ചോദ്യം, മരീചിക ഏത് പ്രതിഭാസം മൂലമാണ് ഉണ്ടാകുന്നത്? ഏതാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം മൂലമാണ് മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 32ാമത്തെ ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയ രശ്മി ഏതാണ്? നമ്മുടെ റേഡിയോ തരംഗമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം കൂടിയ രശ്മി എന്ന് പറയുന്നത് റേഡിയോ തരംഗമാണ്. എന്നാൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ രശ്മി ഏതാണ്? നമ്മുടെ ഗാമ തരംഗമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി 33ാമത്തെ ചോദ്യം, 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം, അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്
11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്ര ആയിരിക്കും? അതായത് നമുക്ക് 2 മാസ് തന്നിട്ടുണ്ട്. ഒരു 20 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു വസ്തുവിന്റെ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി പാലായ പ്രവേഗം എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം ആണെങ്കിൽ എത്രയാണ് എന്നാണ് ചോദ്യം. നിങ്ങൾ അറിയേണ്ടത് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് പാലായന പ്രവേഗം എന്ന് പറയുന്നത് അതിന്റെ മാസുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെയും എസ്കേപ്പ് വെലോസിറ്റി എത്ര തന്നെ ആയിരിക്കും? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അതിന്റെ മാസ് ഭാരം മാറി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി മാറുന്നില്ല കേട്ടോ. അപ്പൊ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ഉത്തരം. 34ാമത്തെ ചോദ്യം, സാധാരണ ടി വി റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ് റേസ് ആണ്, IR റേസ് ആണ് എന്തെന്ന് പറയുന്നത്. ടി വി റിമോട്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്ന തരംഗം എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് രശ്മികളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 35ാമത്തെ ചോദ്യം, 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം ഏതാണ്? നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ സി ആണ് പെൻബ്രൽ ചന്ദ്രഗ്രഹണമാണ് 2023 മെയ് 5 ഇന്ത്യയിൽ കാണപ്പെട്ട ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. 36ാമത്തെ ചോദ്യം, സുരക്ഷാ ഫ്യൂസിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസ് വയർ ഉണ്ടാക്കുന്ന ലോഹസങ്കരത്തിന്റെ ഘടകമൂലം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ടിൻ ആണ്. 37ാമത്തെ ചോദ്യം, തരംഗദൈർഘ്യം കൂടുതലുള്ള നിറം ഇവയിൽ ഏതാണ്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയ നിറം ഏതാണ്? ചുവപ്പാണ് കേട്ടോ, റെഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ചോദ്യം 38, കാറ്റിന്റെ വേഗത അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ, അൾട്ടിമീറ്റർ, അനിമോമീറ്റർ, മാനോമീറ്റർ. ഏതാണ്? അനിമോമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ഒരു അനിമോ എന്ന വാക്ക് വരുന്നത് ആ വിൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ കാറ്റിന്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 39ാമത്തെ ചോദ്യം, വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ ആണ് കേട്ടോ. വൈദ്യുത വിശ്ലേഷണ നിയമം കൊണ്ടുവന്നതും ആര് തന്നെയാണ്? മൈക്കൽ ഫാരഡെ തന്നെയാണ്. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചതും ആരാണ്? മൈക്കൽ ഫാരഡെ ആണ്. 40ാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? നിങ്ങൾ അറിഞ്ഞിരിക്കണം, ശുക്രനാണ്. ഓപ്ഷൻ എ ആണ്. 41ാമത്തെ ചോദ്യം, ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ക്ലെപ്പർ ആണ് കേട്ടോ. ഗ്രഹങ്ങളുടെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ക്ലെപ്പർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചോദ്യം 42, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏതാണ്? നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാണ്, എന്താണ്? മൊമെന്റം, ആക്കം എന്താണ്? ഒരു സദിശ അളവാണ് കേട്ടോ. പ്രവൃത്തി എന്തല്ല? ഒരു സദിശ അളവല്ല. ഊർജം എന്തല്ല? ഒരു സദിശ അളവല്ല. പവറും എന്തല്ല? സദിശ അളവല്ല. ആക്കമാണ് എന്തെന്ന് പറയുന്നത് സദിശ അളവ്. അവർക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അപ്പൊ ആക്കം എന്താണ്? ഒരു സദിശ അളവാണ്. ഓപ്ഷൻ ബി ആണ്. 43ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിതയാണ്. 44ാമത്തെ ചോദ്യം, തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതാണ്? റോജർ പെൻറോസ് ആണ് കേട്ടോ. റോജർ പെൻറോസ് ആണ്. തമോഗർത്ത രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് റോജർ പെൻറോസ് ആണ്. 45ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ISRO ആണ്. 46ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചോദ്യം 47, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏതാണ്? ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം എന്ന് പറയുന്നത്. 48ാമത്തെ ചോദ്യം, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ച താപ സംരക്ഷണ രീതികളാണ് ഏതെന്നൊക്കെ പറയുന്നത്. സംവഹനം, ചാലനം, വികിരണം എന്നൊക്കെ പറയുന്നത് അല്ലെ. ഇതിലെ സംവഹനമാണ് എന്ന് പറയുന്നത് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംരക്ഷണ രീതി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 49ാമത്തെ ചോദ്യം, ദ്രുതഗതിയിലുള്ള ദോളന ചലനങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാണ്? കമ്പനം എന്നാണ് അറിയപ്പെടുന്നത്. ദ്രുതഗതിയിലുള്ള ദോളന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ്. 50ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരുന്നു? എത്രയാണ്? 27 1/3 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ദോളനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ദോളനവുമായി ബന്ധപ്പെട്ട ചലനം
എയ്തുവിട്ട അമ്പിന്റെ ചലനം, ജെയിൻ വീലിന്റെ ചലനം, റോക്കറ്റിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം. ഏതാണ് ദോളനവുമായി ബന്ധപ്പെട്ട ചലനം എന്ന് പറയുന്നത്? ഊഞ്ഞാലിന്റെ ചലനമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ചോദ്യം 52. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. വേട്ടക്കാരൻ എന്ന നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിരയാണ്. ചോദ്യം 53. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക കേട്ടോ. മാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് കിലോഗ്രാം കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഒരിക്കലും മാസിന്റെ യൂണിറ്റ് അല്ല കേട്ടോ. വെയിറ്റിന്റെ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് ന്യൂട്ടൺ എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഓപ്ഷൻ 1, 2, 3 ആണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ എന്താണ്? തെറ്റാണ്. നിങ്ങൾ അറിയേണ്ടത് വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കത്തില്ല കേട്ടോ. നമ്മൾ മാറുന്നതിനനുസരിച്ച് അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ജി മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ വെയിറ്റ് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാസ് എല്ലായിടത്തും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാലും നമ്മൾ ചന്ദ്രനിൽ നിന്നാലും എല്ലാം നമ്മുടെ മാസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ നമ്മുടെ വെയിറ്റ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ന്യൂട്ടൺ എന്നുള്ളത് എന്തിന്റെ യൂണിറ്റ് ആണ്? വെയിറ്റിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ചോദ്യം 54. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഹെർട്സ് എന്തിന്റെ യൂണിറ്റ് ആണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ് എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റ് ആണ്. മീറ്റർ എന്ന് പറയുന്നത് നീളത്തിന്റെ യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി 55-ാമത്തെ ചോദ്യം. ഒരു സദിശ അളവിന് ഉദാഹരണം. ഈ ഒരു സദിശ അളവ് കുറെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഒരു സദിശ അളവിന് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ദൂരം, സമയം, ത്വരണം, ഊഷ്മാവ്. ഈ ദൂരം, സമയം, ഊഷ്മാവ് ഇവർക്കൊന്നും എന്തില്ല? ഡയറക്ഷൻ ഇല്ല അല്ലെ. അപ്പൊ ത്വരണമാണ് ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചോദ്യം 56. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ ഏതാണ്? നേരത്തെ ഇതേപോലൊരു ചോദ്യം ചോദിച്ചാണ്. ഓപ്ഷൻ ബി സംവഹനമാണ്. കൺവെക്ഷൻ ആണ് കാരണം. ചോദ്യം 57. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് എന്തെന്ന് പറയുന്നത്? ഭ്രമണ ചലനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 58-ാമത്തെ ചോദ്യം. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നത് എന്താണ്? ദോളനമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 59-ാമത്തെ ചോദ്യം. ഇൻക്യുബേറ്ററിൽ മുട്ട വേയിക്കുന്നത് ഏത് താപ പ്രസരണത്തിലുള്ള ഉദാഹരണമാണ്? ഏതാണ്? വികിരണത്തിനുള്ള ഉദാഹരണമാണ് കേട്ടോ. 60-ാമത്തെ ചോദ്യം. ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം, അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട വസ്തുവിന്റെ മാസുമായിട്ട് എന്തില്ല? നമ്മൾ നേരത്തെ പറഞ്ഞു ആ വസ്തുവിന്റെ മാസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി മാറുന്നില്ല. പക്ഷെ ഭൂമിയുടെ മാസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി മാറും. അപ്പം രണ്ട് എന്താണ് ഉത്തരത്തിൽ വരുന്നതാണ്. വസ്തുവിന്റെ ആരവുമായിട്ട് ആർക്ക് ബന്ധമില്ല? എസ്കേപ്പ് വെലോസിറ്റിക്ക് ബന്ധമൊന്നുമില്ല. ഭൂമിയുടെ ആരവുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാലായന പ്രവേഗം കണ്ടുപിടിക്കണമെങ്കിൽ √2gm/r ആണ്. അതായത് ജി എന്താണ്? അവിടുത്തെ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലെ. എം എന്താണ്? ആ ഭൂമിയുടെ മാസ് ആണ്. അപ്പം ഭൂമിയുടെ മാസുമായിട്ട് അതിന് ബന്ധമുണ്ട്. ആ ഭൂമിയുടെ ആരവുമായിട്ട് എന്തുണ്ട്? ആ ഒരു പാലായന പ്രവേഗത്തിൽ ബന്ധമുണ്ട്. പക്ഷെ ആ ഒരു വസ്തുവിന്റെ മാസും ആ വസ്തുവിന്റെ ആരവും മാറുന്നതനുസരിച്ച് എന്ത് മാറത്തില്ല? അവിടുത്തെ പാലായന പ്രവേഗം മാറത്തില്ല. അപ്പൊ 2ഉം 4ഉമാണ് എന്ത് പറയുന്നത്? ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇത്രയും ചോദ്യങ്ങളാണ് 2023 PSC ഫിസിക്സിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണ് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.